ഹലോ ഗൈസ്, വാട്ട്സ്ആപ്പ്, വെൽക്കം ടു അനദർ വീഡിയോ ബൈ ബൈസെ. അപ്പോൾ ഇന്ന് നമ്മൾ ലിറിക്സ് ബ്രേക്ക് ഡൗൺ ആണ് ചെയ്യുന്നത്. മിന്നി എന്ന് പറഞ്ഞിട്ടുള്ള ട്രാക്ക്, SAND-FE ഉള്ള മിന്നി എന്ന് പറഞ്ഞിട്ടുള്ള ട്രാക്ക്. ആ ട്രാക്കിൻ്റെ പേര് മിന്നി എന്ന് പറഞ്ഞാൽ ഫ്ലാഷ്. എല്ലാം കൊണ്ടും ആ ടൈറ്റിൽ ഈ ട്രാക്കിനായിട്ട് അത്രയും മാച്ച് ആയിട്ടുള്ള ടൈറ്റിലാണ്. കാരണം മിന്നിയെ പോലെയാണ് ആ ട്രാക്ക് തീരുന്നത്, മിന്നിയെ പോലെയാണ് ഇവരെല്ലാവരും ഓരോന്ന് പറയുന്നത്. ഒരു ഫ്ലാഷ് പോലെയാണ് അവരുടെ വേഴ്സസ് പോകുന്നത്. അത്രയ്ക്കും ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു തീർക്കുന്നത്. ആൻഡ് മിന്നുമ്പോൾ ആ സമയത്തൊരു പ്രകാശം ഉണ്ടാവില്ലേ. സോ ഈ സേയിങ് അബൌട്ട് എൻ ഇമ്പാക്റ്റ്. ആ ഒരു സാധനം മിന്നുമ്പോൾ അത്രേ ഉള്ളൂ. ഒരു മിന്ന് തീരാവുന്ന സമയമേ നമുക്കൊക്കെ ഉള്ളൂ. ആ സമയത്തിൻ്റെ ഉള്ളിൽ വാട്ട് ഇമ്പാക്റ്റ് ക്യാൻ യു ഡു എന്നൊക്കെയാണ് പറയുന്നത്. അതായത് എല്ലാവർക്കും സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ബട്ട് ഡോണ്ട് തിങ്ക് അബൌട്ട് ദാറ്റ്. നിൻ്റെ വീക്ക്നെസ്സിനെ നിൻ്റെ സ്ട്രെങ്ത് ആക്കി എടുത്തിട്ട് യു ജസ്റ്റ് മിന്ന്. അതായത് ഇതാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം. ഞാൻ ബാക്കി ട്രാക്കിലെ ഓരോ വേഴ്സസും ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ബാക്കി നമുക്ക് തുടങ്ങാം. അപ്പോൾ ലെറ്റ്സ് ബ്രേക്ക് ഡൗൺ മിന്നി. തുടങ്ങല്ലേ? SA മിന്നി ഫീച്ചറിങ് FE ഒഫീഷ്യൽ ഓഡിയോ. ലെറ്റ്സ് ഗോ. സമാധാനം പോയി അതപ്പതിച്ചോടി കൊതിച്ചതും പാതി. ഇവിടെ നാം പാപി ആദാബിന്റെ ദാഹി ധനം മോന്താനായി തരം തന്ന നായി. ഇവിടെ എല്ലാവരും തെറ്റുകാരാണ്. നമ്മളൊക്കെ പൈസക്കും വേണ്ടി എന്ത് തെണ്ടിത്തരം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളാണ്. സമാധാനം പോയി അതപ്പതിച്ചോടി, ലൈക്ക് ഹി ലോസ് ഹിസ് പീസ് ആൻഡ് അതായത് നിലം പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതപ്പതനം കൊണ്ട് അതായത് വളരുന്നില്ല, താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊതിച്ചതും പാതി ചതിച്ചതും പാതി. ലൈക്ക് വാട്ട് എവർ ഹി ഡിസയേഴ്സ്, അവൻക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് അവൻ നേടുന്നത് അവൻ്റെ ചതിയിലൂടെയാണ്. നോട്ട് ഇൻ എ റൈറ്റ് വേ. ഒന്നും നല്ല രീതിയിലൂടെ അല്ല പോകുന്നതെന്നാണ് ആ ഒരു ഭാഗത്ത് ഒരു ഇൻട്രോ ആയിട്ട് വന്നിട്ടുള്ളത്. ആൻഡ് ദെൻ SA ആണ് അടുത്ത വേഴ്സ് വരുന്നത്. I'm in a sinner zone. This might come with a spin, I don't know what I'm doing with this boom, with this mindset, it's wounds in itself. A spoon's filled with poison with no choice but to pour it for your. Like he's saying it's like I'm in a thinner zone. Like ഞാൻ ഒരു തിന്നായിട്ടുള്ള ഒരു ഇതിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആൻഡ് ലൈക്ക് ദിസ് മൈറ്റ് കം വിത്ത് എ സ്പിൻ, ഐ ഡോണ്ട് നോ വാട്ട് ഐ എം ഡൂയിങ് ദിസ്. അതായത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാണ്. ഹീ ഈസ് ലോസ്റ്റ്, ഹീ ഈസ് കൺഫ്യൂസ്ഡ്. അതുപോലെ തന്നെ എൻ്റെ ചിന്തകൾ എന്നെ തന്നെ വേദനിപ്പിക്കുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു സ്പൂണിൽ വിഷം നിറച്ച പോലെ തരികയാണ് എൻ്റെ വരികളിലൂടെ. മാൻ Voice comes from I let my mind run without phones on for this. I ain't lying if I'm going for this. I ain't buying your stories, I make mine not just bangers. They blockbusters, just one single song and your masters get out. Just about to take all of your trash out. I try to stick to a content and I see you rappers are out here just busting. I sound like an idiot just talking about this. I'm standing with Effie in the mic that I'm like he's saying I'm disconnecting from this like fake വേൾഡിനായിട്ട് ഞാൻ ഐ എം നോട്ട് എ പേഴ്സൺ ഇൻ ദിസ് ഫേക്ക് വേൾഡ്. സോ ഹീ സെയിങ് ഞാൻ അതിൽ നിന്നൊക്കെ ഒഴിവാകുന്നുണ്ട്. ഞാൻ അതില്ലാണ്ടാണ് ജീവിക്കുന്നത്. ഞാൻ പോയാൽ അത് കുറേ കാലത്തിനാണ് ഞാൻ പോകുന്നത്. ഐ എൻ ബൈങ് യുവർ സ്റ്റോറീസ്. ലൈക്ക് ഞാൻ നിങ്ങളുടെ കഥകളെ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഐ മേക്ക് മൈൻ. ഞാൻ എൻ്റെ തന്നെ കഥ ഉണ്ടാക്കാനാണ് നിൽക്കുന്നത്. നോട്ട് ജസ്റ്റ് ബാങ്ങേഴ്സ്, ദേ ബ്ലോക്ക് ബസ്റ്റേഴ്സ്. ബാങ്ങേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബാങ്ങർ എന്ന് പറഞ്ഞാൽ അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം എന്ന് പറയും. ബാങ്ങറും ബ്ലോക്ക് ബസ്റ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ബാങ്ങർ ആളുകൾക്ക് ഇഷ്ടപ്പെടും, ബട്ട് ബ്ലോക്ക് ബസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ആളുകളുടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. സോ ദാറ്റ് ഡിഫറൻസ് ഈസ് ദർ. ലൈക്ക് നിങ്ങളെ കഥ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. ഐ മേക്ക് മൈ ഓൺ സ്റ്റോറീസ്, നോട്ട് ജസ്റ്റ് ബാങ്ങേഴ്സ്, ദർ ബ്ലോക്ക് ബസ്റ്റേഴ്സ്. വെറുതെ നിങ്ങൾ കേട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു സാധനമല്ല, അത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും, അത് നിങ്ങളെ ചിന്തിപ്പിക്കും. ആൻഡ് വൺ സിംഗിൾ സോങ് ആൻഡ് യു ആർ മാസ്റ്റേഴ്സ്. ലൈക്ക് ഒരൊറ്റ പാട്ട് ഇറക്കിയപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും വലിയ സംഭവങ്ങളാണെന്ന് സ്വയം അങ്ങോട്ട് പ്രഖ്യാപിക്കുക. നിങ്ങളൊക്കെ വലിയ സംഭവമാണെന്ന്. ജസ്റ്റ് അബൌട്ട് ടു ടേക്ക് ഓൾ യുവർ ട്രാഷസ് ഔട്ട്. ആൻഡ് ഐ ട്രൈ ടു സ്റ്റിക്ക് ടു എ കോണ്ടന്റ് ആൻഡ് ഐ സീ യു റാപ്പേഴ്സ് ആർ ജസ്റ്റ് ഔട്ട് ഹിയർ ജസ്റ്റ് ബോസ്റ്റിംഗ്. ലൈക്ക് ഞാൻ ഒരു കോണ്ടന്റ് മാത്രം ഇതാക്കിയിട്ടാണ് എൻ്റെ വരികളിലൂടെയും എൻ്റെ ട്രാക്കിലൂടെയൊക്കെ പറയുന്നത്. ആൻഡ് യു റാപ്പേഴ്സ് ആർ ജസ്റ്റ് ബോസ്റ്റിംഗ്. നിങ്ങൾ വെറുതെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ കോണ്ടന്റ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പാട്ടുകൾ ഇറക്കിയിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. ബട്ട് ഐ ഓൾവേസ് ട്രൈ ടു ഫോക്കസ് ഓൺ മൈ കോണ്ടന്റ്. എന്തിനെ പറ്റിയാണോ ഞാൻ പറയുന്നത് അതിന് എനിക്ക് തീർച്ചയായിട്ടുള്ള ബോധമുണ്ട്. ആൻഡ് ദാറ്റ് ബോധം വിൽ മേക്ക് ആൻ ഇമ്പാക്ട്. സോ മൈ ട്രാക്ക് വിൽ ബി എ ബ്ലോക്ക് ബസ്റ്റർ.
ഐ സൗണ്ട് ലൈക്ക് എൻ ഇഡിയറ്റ് ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് ദിസ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ പറയുന്നത് ഞാനൊരു പൊട്ടനായിട്ട് തോന്നാം, കാരണം നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് നമ്മളെ ഒരു സർക്കാസ്റ്റിക് രീതിയിൽ പറയുകയാണ്. ലൈക്ക് ഐ സൗണ്ട് ലൈക്ക് എൻ ഇഡിയറ്റ് വെൻ ഐ എം ടോക്ക് അബൌട്ട് ദിസ്. ലൈക്ക് ഞാനിതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ പൊട്ടനായ പോലെ തോന്നാം, പക്ഷേ ശരിക്കും ഞാനല്ല പൊട്ടൻ, ഇറ്റ്സ് യു ഗൈസ്. മനസ്സിലായോ? ഒരുമ്പെട്ട് നടക്കാനിനി നേരല്ല. ഒരുമ്പെട്ട് നടക്കാനിനി നേരല്ല എന്ന് പറഞ്ഞാൽ ഐ ഹാവ് നോ ടൈം ടു പ്രിപ്പയർ നൗ. ലൈക്ക് ഐ എം ഓൾറെഡി ഇൻ ദ വാർ. ലൈക്ക് ഐ എം ഓൾറെഡി ഈ ഒരു ആ ഒരു സ്റ്റേറ്റിലെത്തി. ഇനി എനിക്ക് പ്രിപ്പയർ ചെയ്യാനൊന്നും നേരമില്ല. കുടുംബത്തിൽ കണ്ട പ്രാക്കിനി ഏക്കില്ല. നമ്മളെ എന്താ ഡീമോട്ടിവേറ്റ് ചെയ്യാനും നെഗറ്റിവിറ്റി നമ്മുടെ മനസ്സിലേക്ക് ഉള്ളിലേക്ക് തരാനും പല ആളുകളുണ്ടാവും. അവരുടെ ഒന്നും വാക്കുകൾ ഇനി ഏക്കാൻ പോകുന്നില്ല. ഏകാന്തത ഇല്ലെങ്കിൽ ഞാൻ വളരില്ല. മീൻസ് ഞാൻ വളർന്നത് ലോൺലിനെസ് ത്രൂവാണ്. എന്നെ പിടിച്ചുയർത്താനോ എന്നെ മേലേക്ക് വെക്കാനോ ആരും ഉണ്ടായിട്ടില്ല. ഞാൻ ഒറ്റക്കാണ് ഞാൻ വളർന്നത്. സോ ഏകാന്തത ഇല്ലെങ്കിൽ ഞാൻ വളരില്ല. എല്ലാ ആർട്ടിസ്റ്റുകൾക്കും വേണ്ടത് ആ ലോൺലിനെസ് മൂഡാണ്. എന്താണെന്ന് വെച്ചാൽ മറ്റേ ഇതിലൊരു വാക്കുണ്ട്, ചുപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവിയിലുള്ള ഒരു സാധനമുണ്ട്, പെയിൻ ഈസ് ദ ഫ്യൂവൽ ഓഫ് എൻ ആർട്ടിസ്റ്റ്. ലൈക്ക് ആ ഒരു സാധനം ഉണ്ടല്ലോ, അതായത് വേദനയാണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ ഇന്ധനം. വേദന ഉണ്ടാകുമ്പോഴേ നല്ല നല്ല കലകൾ ഉണ്ടാവുള്ളൂ. ആൻഡ് ദെൻ ഹീ സെയിങ് വില എത്ര നീ ചോദിച്ചാൽ പറയില്ല. ലൈക്ക് എനിക്ക് വിലയിടാൻ എന്താ ഞാൻ എൻ്റെ വില എത്രയെന്ന് നിന്നോട് പറയേണ്ട എൻ്റെ ആവശ്യമില്ല. സോ ഐ ഡോണ്ട് കെയർ അബൌട്ട് യു ഓൾ. ലൈക്ക് ഐ ഹാവ് ഗ്രോൺ. ഇനി നിങ്ങളുടെ നെഗറ്റിവിറ്റി കേൾക്കൂല. ഞാൻ ഒറ്റക്കാണ് വളർന്നത്. സോ എൻ്റെ വില എത്രയെന്ന് എനിക്ക് പറയാൻ എനിക്ക് ആഗ്രഹമില്ല. നിന്നോടൊന്നും പറയാൻ എനിക്ക് ആഗ്രഹമില്ല. മാനേജറെ വിളിക്കുന്നീ ഇല്ലെങ്കിൽ നീ എന്നെ മറക്കിനി. ലൈക്ക് ഐ എം ഇൻ എ പൊസിഷൻ ദാറ്റ് ഐ ഹാവ് എ മാനേജർ. ലൈക്ക് അവനോട് സംസാരിച്ചാൽ മതി, ഇല്ലെങ്കിൽ എന്നെ മറന്നാൾ. ലൈക്ക് ഇഫ് യു സ്റ്റിൽ വാണ്ട് ടു ഡയറക്ട്ലി ആസ്ക് മീ, ലൈക്ക് യു ആർ മെസ്സിങ് വിത്ത് എ റോങ് പേഴ്സൺ. ലൈക്ക് പണ്ട് കണ്ട ഈ നെഗറ്റിവിറ്റിയും എല്ലാതും ഉള്ളിലെടുത്തിട്ട് സങ്കടപ്പെട്ടിരുന്ന എഫി അല്ല ഇപ്പോൾ ഉള്ളത്. സോ ഹീ ലെവൽഡ് അപ്പിൻ്റെ ഒരു രീതിയാണ് പറയുന്നത്. ആൻഡ് മരവിച്ച മനസ്സിൽ കനലൊക്കെ നിറച്ചപ്പോൾ തിരി കത്തിപ്പിടിച്ച് അത് ഞാൻ അണയില്ല. ലൈക്ക് മരവിച്ച മനസ്സ് പറഞ്ഞാൽ വെൻ ഐ വാസ് സോ ഡിപ്രസ്, എനിക്ക് ഒന്നുമില്ലാത്ത ആരുമില്ലാത്ത ആ സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ പിടിച്ചൊരു തരി കണലുണ്ട്. അത് ഇനി ഒരിക്കലും അണയൂല, കാരണം അതിപ്പോൾ കത്തിപ്പിടിച്ചു. ഞാൻ മരവിച്ച മനസ്സിൽ കനലൊക്കെ നിറച്ചപ്പോൾ തിരി കത്തി പിടിച്ച് ഞാൻ അണയില്ല. That's a bar, man. That's a bar. ഉള്ളിൽ നീക്കല് നീവറ് തൂറ്റല് കൂട്ടില് കൂട്ടല് കുറ്റമ തൂറ്റല് മുക്കില് മ്യൂച്വൽ ഫ്രണ്ട്സിനെ കാട്ടി കൂട്ടല് ഓണ്ടൊക്കെ മൈൻഡാണ് ഞാനൊക്കെ തോറ്റല് കോപ്പിലെ ഹോപ്പിലെ റൂട്ടില് പോകണ മൂപ്പിലെ മൂട്ടില് തോണ്ടല് ചവിട്ടില് ബീച്ചില് പീക്കില് ടാടല് തുറന്നു. ലൈക്ക് ഈ വരിയിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഫേക്ക് ഫ്രണ്ട്സ് ഉണ്ടാവൂലേ, അതായത് മ്യൂച്വൽ ഫ്രണ്ട്സ്, ഇതൊക്കെ നമ്മളെ ചെക്കനാണ്, നമ്മുടെ പയ്യനാണ്. ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നെഗറ്റിവിറ്റിയും ഉള്ളിൽ പരദൂഷണവും വെച്ചിട്ട് അത് നമ്മളെ പയ്യനാണെന്ന്, എന്തെങ്കിലുമൊക്കെ സക്സസ് വരുമ്പോൾ ഇത് നമ്മളെ പയ്യനാണ്, അത് അവൻ അങ്ങനെയാണ് ചെയ്യുന്നത്, ഹീ ഈസ് ഡൂയിങ് ഗുഡ്, അത് ഞാൻ പണ്ട് അവനെ സപ്പോർട്ട് ചെയ്തിരുന്നു, ഞാൻ പണ്ട് അവൻ്റെ പാട്ട് ഷെയർ ചെയ്തിരുന്നു, ഞാൻ പണ്ട് അവൻ്റെ പാട്ട് ലൈക്ക് ചെയ്തിരുന്നു. ഇങ്ങനത്തെ ഉള്ളിൽ വെറും തീട്ടങ്ങളായി നടന്നിട്ട് പുറത്ത് മറ്റേ കാണിച്ചു കൂട്ടുന്ന ആളുകളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ആൻഡ് ഈ സെയിങ് അവൻ്റെ ഒക്കെ മൈൻഡിൽ ആണ് ഞാനൊക്കെ തോറ്റത്. ഞാൻ ശരിക്കും തോറ്റിട്ടില്ല, അവൻ്റെ ഒക്കെ മൈൻഡിലേ ഞാൻ തോറ്റിട്ടുള്ളൂ. അവന് വിചാരിച്ചിട്ട് ഞാൻ തോറ്റെന്നാണ്, പക്ഷെ അവൻ്റെ ഒക്കെ മൈൻഡിൽ അവൻ്റെ ഒക്കെ മൈൻഡിൽ മാത്രമേ ഞാനൊക്കെ തോറ്റിട്ടുള്ളൂ. ആൻഡ് കോപ്പിലെ ഹോപ്പിൻ്റെ റൂട്ടിൽ പോകണി. ലൈക്ക് മൈ ഓൺലി തിങ്, ഞാൻ അപ്പോൾ പിടിച്ച ഒരേ സാധനം അതിൻ്റെ ഹോപ്പ് മാത്രമായിരുന്നു. അതിന് ചവിട്ടിലെ ബീറ്റിൻ്റെ പീക്കിലിട്ടാട്ടണമെന്ന് പറയുന്നത്, ഒന്ന് പറയുന്നത് കിക്കും ബീറ്റും, അതായത് കിക്കില്ലേ നമ്മളെ മ്യൂസിക്കിന്, ആ സമയത്ത് മ്യൂസിക്കും ഇങ്ങനെ അപ്പായി വരുന്നില്ല. അപ്പോൾ ചവിട്ടിൽ ബീറ്റിൻ്റെ പീക്കിലിട്ടാട്ടണ്. ലൈക്ക് ആ സമയത്ത് ഞാൻ എൻ്റെ തൊള്ള തുറന്ന് പാടുകയാണെന്നും പറയുന്നുണ്ട്. ചവിട്ടിൽ ബീറ്റ്. സോ അവൻ്റെ ചെവിയിൽ ഹാർട്ട് ബീറ്റിൻ്റെ ഒച്ച പൊട്ടി വരികയാണ് ഈ ഒരു സമയത്താണ്. സോ ഹീസ് ഇൻ എ ട്രാൻസ് മൂഡ്, അതായത് എന്താ ഇത് പറയുക, അതായത് ഹീസ് ലൈക്ക് എൻജോയിങ് വാട്ട് ഹീ ഈസ് ഡൂയിങ് നൗ. അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഈ ഒരു റഷ് എന്ന് പറയില്ലേ, ആ സാധനം കിട്ടില്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ എൻജോയ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ
ആ ഒരു സമയത്തല്ലേ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ എന്നിട്ട് അടിക്കല്. സോ ഹീസ് ഇൻ ദാറ്റ് മോഡ് നൗ. ഹീസ് ഇൻ എ ട്രാൻസ് മോഡ്. പാടത്ത് പടി വരമ്പത്ത് കുള്ളി കടപ്പത്ത് കുള്ളി കട പറഞ്ഞിട്ട് കെറിയിട്ട് ഇവിടെ തേരി കൊണ്ട 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 എസ് പറഞ്ഞത് വെറുതെ വെറുതെ കറപ്പത്ത് ചെറിച്ചോട്ട് ചൊടിച്ചിട്ട് വെടിപ്പല്ല ഇവിടെ ഉള്ളുപൊത്ത പിടിച്ചാൽ വെറുതെ തിരുവിനെ വെറുക്കര പഠിപ്പിച്ച പടച്ചല വെറുതെ പഠിക്കാനോ പഠിച്ചിട്ട് പഠിച്ചിട്ട് പഠിച്ചത് പഠിച്ചൊക്കെ പഠിച്ചു. എന്തൊക്കെ ചെയ്താലും അവസാനം വരൽ സ്ട്രഗിളിംഗ് ആണ്. ലൈക്ക് പാടത്ത് പണി വരമ്പത്ത് കൂലി. ലൈക്ക് ചെയ്ത പണിക്കൊന്നും നമുക്ക് തിരിച്ച് റിട്ടേൺസ് വരുന്നില്ല. ആൻഡ് കടം പത്ത് കൂടി കടം പറഞ്ഞിട്ട് കയറി ഇനിയും ഇവിടെ ഉണ്ട് നേര്. അതാണ് ഇവിടുത്തെ സത്യം. എന്താന്ന് വെച്ചാൽ എന്ത് ചെയ്താലും സ്റ്റിൽ എവ്രി വൺ ഈസ് സ്ട്രഗിളിങ്. എന്താണോ വാട്ട് ഈ സൊസൈറ്റി ഇപ്പോൾ ഉള്ളത് എന്താണോ അതാണ് ആദ്യം മാറേണ്ടത്. അല്ലാണ്ട് നമ്മൾ കുറേ ഇതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്തിട്ടുള്ള കാര്യം. എല്ലാവരും മാറണം, എന്നാലേ ലോകം നന്നാവുള്ളൂ, എന്നാലേ എല്ലാതും ശരിയാവുള്ളൂ. എല്ലാവരും മാറിയാലേ നന്നാവുള്ളൂ. അല്ലാതെ ഇഫ് ആരും നന്നാവാണ്ട് ആരും ചേഞ്ച് ചെയ്യാൻ റെഡി ഇല്ല എന്നുണ്ടെങ്കിൽ എവരി വൺ വിൽ കീപ്പ് ഓൺ സ്ട്രഗിളിങ് എഗെയിൻ ആൻഡ് എഗെയിൻ. പിന്നെ എസ്സയുടെ വേഴ്സാണ് വരുന്നത്. What I really wanna do in a minute, I can name it anybody, I'ma do it now, but then I'm in a melody, man, they get it, never even every time I tell everyone about love. ഞാൻ എസ് പറയുന്നത് ഞാൻ എന്ത് ചെയ്യാനും ഇപ്പോൾ റെഡിയാണ്. ഐ കനോട്ട് ടെൽ യു വാട്ട് ഐ റിയലി വോണ്ട് ടു ഡു ഇൻ എ മിനിറ്റ്. ഐ ക്യാൻ എയിം അറ്റ് എനിബഡി, ഐ എം ഡു ഇറ്റ് നൗ ആൻഡ് ദെൻ. ലൈക്ക് ഞാൻ ആരെ വേണമെങ്കിലും ഞാൻ ഷൂട്ട് ചെയ്യും. ഐ എം റെഡി ഫോർ എനിത്തിങ്. ഐ എം ഇൻ എ മെലഡി, mentally getting every benefit. I'm gonna tell everyone how I leveled up. I got clever with every word. Like he's saying, like ഞാൻ ഉയർച്ചയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ വാക്കുകൾ കൊണ്ട് മാത്രമാണ്. എൻ്റെ വാക്കുകൾ കൊണ്ട് മാത്രമാണ് ഞാൻ ഉയർന്നിട്ടുള്ളത്. Like I'm gonna tell everyone how I leveled up. I got clever with every word. That's a bar. അടുത്തത് I'm your neighbor with an RPG. Got walls in between, but you can't see me. That's how you get a stable relationship. വാതിലുകൾ കൊട്ടിയടച്ചേക്ക്. ലൈക്ക് ഹി സെയിങ് ലൈക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടൊരു റിലേഷൻഷിപ്പ് എന്തിനാണെന്നുണ്ടെങ്കിലും ആരും ഡോണ്ട് ട്രസ്റ്റ് എനി വൺ. ഐ എം യുവർ നെയ്ബർ വിത്ത് എൻ RPG. ലൈക്ക് ഐ ക്യാൻ കിൽ യു അറ്റ് എനി ടൈം. ഡോണ്ട് ട്രസ്റ്റ്. ആരെയും ഫുള്ളായിട്ട് വിശ്വസിക്കരുത്. ലൈക്ക് തിങ്ക് ദാറ്റ് യുവർ നെയ്ബർ ഈസ് ഹോൾഡിങ് എൻ RPG and just pointing at you and ready to blast you at any time. Don't trust anyone. Yeah, so that's how you like deal a stable relationship. ഒരു റിലേഷൻഷിപ്പ് അതായത് നമ്മുടേതായിട്ടുള്ള ബൗണ്ടറീസ് നമ്മൾ കീപ്പ് ചെയ്താലേ എല്ലാതും സ്റ്റേബിൾ ആവുള്ളൂ. എല്ലാത്തിലും എല്ലാവരും കയറി ഇടപെട്ടാൽ അത് നമ്മുടെ ജീവിതമാവില്ല. അത് ഒരുമാതിരി മറ്റോടത്തെ ജീവിതമായി പോകും. ഞാൻ പറയുന്നത് പലർക്കും ഇപ്പം മനസ്സിലായി തോന്നുന്നുണ്ട്. മേക്ക് എ ലിമിറ്റ്. ഹി സെയിങ് ലൈക്ക് വാൾസ് ഇൻ ബിറ്റ്വീൻ യു കാൺട്ട് സീ മീ. ലൈക്ക് നമ്മുടെ ഇടയിലൊരു വാളുണ്ട്, ബട്ട് അത് നിനക്ക് കാണാൻ പറ്റൂല എന്നുള്ളൂ. ലിമിറ്റ്, എല്ലാതും ലിമിറ്റ് ചെയ്യുക. ട്രസ്റ്റ് ആണെങ്കിലും ലവ് ആണെങ്കിലും എല്ലാതും അത് അതിൻ്റെ ലിമിറ്റിൽ വെച്ചേക്കുക. ആൻഡ് വാതിലുകൾ കൊട്ടി അടച്ചേക്ക്. എല്ലാത്തിനും ഇങ്ങനെ തുറന്നു കൊടുക്കേണ്ട ആവശ്യമില്ല. വേണ്ടത് മാത്രം എടുക്കുക. അല്ലാണ്ട് എല്ലാത്തിലും കയറി ഇടപെടുക, എല്ലാത്തിലും കയറി നിൽക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് നോട്ട് ഗുഡ്. ദാറ്റ്സ് നോട്ട് ഗുഡ് ഫോർ എ റിലേഷൻഷിപ്പ്. ദാറ്റ്സ് നോട്ട് ഗുഡ് ഫോർ യുവർ സർവൈവൽ, ടു ബി ഫ്രാങ്ക്. പിന്നെ എഫ് ആണ് അടുത്തത് വരുന്നത്. മുറ്റത്ത് നട്ടൊരു തൈ പെടുത്തപ്പോ കായയുടെ മൂട്ടിൽ കൈപ്പാറി പറിച്ചത് കൊരക്കണ നായി നായിന്റെ കായന്റെ കായ. ഹീ സെയിങ് ഞങ്ങൾ മുറ്റത്ത് നട്ടൊരു തൈ. ഞാൻ സ്വന്തമായിട്ട് മുറ്റത്ത് നട്ടൊരു തൈയാണ്. പക്ഷെ അത് കൊലച്ചപ്പോൾ അതിൻ്റെ മൂട്ടിലൊരു കൈ. അതായത് ഞാൻ മെനക്കെട്ട് അത് തൈ നട്ടു, പക്ഷെ അത് കൊലച്ചപ്പോൾ അതിൻ്റെ അത് പറിക്കാൻ വേണ്ടി കുറേ ആളുകൾ ഇങ്ങോട്ട് പറിച്ചതോ പണ്ട് എന്നോട് കൊരക്കണമെന്നായി. എന്നോട് പണ്ട് അതും പറഞ്ഞിട്ട് ഇന്നെ നെഗറ്റീവ് അടിപ്പിച്ച ഇന്നെ ഇടങ്ങേറാക്കിയ പലരുമാണ് ആ കായ് കൊലച്ചപ്പോൾ അത് ആദ്യം പറിക്കാൻ വന്നത്. മെനക്കെട്ട് മൊന കുത്തി കുറിച്ചതും കറി വെച്ച് കഴിക്കട്ടെ. മെനക്കെട്ട് മൊന കുത്തി കുറിച്ചത് കറി വെച്ച് കഴിക്കട്ടെ. വാട്ട് എവർ ഈയൊക്കെ എഴുതുന്ന സാധനം ഉണ്ടല്ലോ, അതൊക്കെ ഈ കറി വെച്ച് തിന്നോ. മനസ്സിലായ? ഈ എന്ത് എഴുതിയാലും അതൊക്കെ ഈ കറി വെച്ച് തിന്നോ. ആൻഡ് ഹീ സെയിങ് എൻഡിങ് വിത്ത് മണ്ടക്കാണ് കൂലി പക്ഷെ കയ്യിനാണ് പണി. മണ്ടക്കാണ് കൂലി പക്ഷെ കയ്യിനാണ് പണി. ഇവിടെ പറയുന്നത് നമ്മൾ എന്തൊക്കെ ചെയ്യാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഐഡിയ പൊളിയാണ്. അതായത് ഐഡിയാസ് പറയാൻ, ലോകം നന്നാവാനുള്ള ഐഡിയാസ് പറയാൻ, ആളുകൾ നന്നാവാനുള്ള ഉപദേശം തരാൻ എല്ലാവരും ഭയങ്കര സീനാണ്. എല്ലാവരുടെ അടുത്തും കൂടുതൽ ഉപദേശങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ മണ്ടക്കാണ് കൂലി കയ്യിനാണ് പണി. അതൊക്കെ എക്സിക്യൂട്ട് ചെയ്യാനാണ് പണി. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അതൊന്ന് നടപ്പിലാക്കി കാണാനാണ് പ്രശ്നം. ലൈക്ക് മണ്ടക്കാണ് കൂലി കയ്യിനാണ് പണി. ലൈക്ക് ദർ ഈസ് എ ലോഡ് ഓഫ് ഐഡിയാസ്. അതുകൊണ്ടാണ് പറഞ്ഞത് മൊന കുത്തി കുറിച്ചത് കറി വെച്ച് കൈ.
ലൈക്ക് ഈ എന്തൊക്കെ എഴുതിയിട്ടോ അതൊക്കെ നീ കറി വെച്ച് തന്നോ, പക്ഷെ മണ്ടക്കാണ് കൂലി, കയ്യിനാണ് പണി. അതൊക്കെ നടത്തി കാണിക്കാതെ. മാൻ, I wanna do it from beginning but failures. Tell me what you should be filling the pages. എനിക്ക് ആദ്യം തന്നെ എല്ലാവരും പോലെ വിജയിക്കാൻ തന്നെ ആയിരുന്നു ഇഷ്ടം. പക്ഷേ എൻ്റെ തോൽവികളാണ് എൻ്റെ പേജ് നിറച്ചത്. സോ ലൈക്ക് ഫ്രം ഫെയിലിയേഴ്സ് ഐ അപ്ഗ്രേഡഡ്. മനസ്സിലായ? എന്ത് തന്നെ വന്നാലും ഐ ഫേസ് സോ മെനി ഫെയിലിയേഴ്സ്. പല തോൽവി എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അതിലൂടെ തന്നെയുള്ളൂ ഞാൻ അപ്ഗ്രേഡ് ചെയ്തത്. അതിലൂടെയാണ് ഞാൻ എൻ്റെ പേജസ് ഫില്ല് ചെയ്തത്. അതിലൂടെയാണ് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചത്. സോ wanted to win from beginning but failures tell me what you should be filling the pages. With the time will alter your age. You're thinking you fast but you're still in the cage. സമയം ആരെയും കാത്തിരിക്കാൻ നിൽക്കൂല. അത് പാറും ലൈക്ക് എ മിന്നി, ലൈക്ക് എ ഫ്ലാഷ്. അതുപോലെ അത് പാറും. യു തിങ്കിങ് യു ഫാസ്റ്റ്. ഈയൊക്കെ കൂടുതൽ 10 കൊല്ലം മുന്നിലേക്ക് ചിന്തിച്ചിക്കണെന്ന് ഈ പറയുന്നുണ്ട്, ഈ വിചാരിക്കുന്നുണ്ട്. പക്ഷെ യു ആർ സ്റ്റിൽ ഇൻ എ കേജ്. ഈ ഇപ്പോഴും കൂട്ടിലാണ്, എവിടെ എത്തിയിട്ടില്ല. സ്വയം മനസ്സിലാക്കുക മനുഷ്യൻ എവിടെ നിൽക്കുന്നതെന്നും ഞാൻ എവിടെ നിൽക്കുന്നതെന്നും നീ എവിടെ നിൽക്കുന്നതെന്നും മനസ്സിലാക്കുക. ഞാൻ ഭയങ്കര മുന്നിലേക്കാണ് ചിന്തിക്കുന്നത്, ഞാൻ ഭയങ്കര അപ്ഗ്രേഡഡ് ആണ്, ലെവൽഡ് അപ്പ് ആണ് എന്നുള്ള സ്വയം പ്രഖ്യാപിതമായിട്ടുള്ള പലർക്കും ഉള്ള You want the result, it's the process you hate. If you start from the top and the bottom's your place. Like you wanted the result, it's the process you hate. അതായത് അനക്കെപ്പോഴും റിസൾട്ടാണ് വേണ്ടത്, പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് ഈ വെറുക്കുന്നുണ്ട്. എനിക്ക് എന്തൊക്കെ ചെയ്താലാണ് അവിടേക്ക് എത്തുക എന്നുള്ളത് ഈ വെറുക്കുന്നത്. അതായത് പണിയെടുക്കാൻ മടി, റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ആർത്തി. പണിയെടുക്കാൻ മടിയാണ്, റിസൾട്ട് കിട്ടാനുള്ള ആർത്തിയാണ്. ഇഫ് യു സ്റ്റാർട്ട് ഫ്രം ദ ടോപ്പ് then the bottom is your place. If you start from the top then your bottom is your place. That's a freaking bar, man. Like നമ്മൾ താഴ്ന്ന് തുടങ്ങിയാലേ മുകളിലെത്തുള്ളൂ. പക്ഷെ ഈ മോന്ന് തുടങ്ങിയാലുണ്ടല്ലോ അത് താഴേക്ക് പോയുള്ളൂ. ഈ താഴെയാണ് ലൈക്ക് മേലെന്ന് തുടങ്ങിയാൽ അത് താഴേക്ക് എത്തലാണ് എൻ്റെ ഡെസ്റ്റിനേഷൻ. ഇഫ് യു സ്റ്റാർട്ട് ഫ്രം ദ ടോപ്പ് then bottom is your place. Yes sir. How do you go up from up? You got no up for me. Hope is what you should hop on and that to a page. ഹോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം മാത്രം ഈ പിടിച്ചാൽ മതി. അത് മാത്രമേ എന്നെ രക്ഷിക്കുള്ളൂ. ആൻഡ് വിത്ത് പേഷ്യൻസ്, കുറച്ച് ക്ഷമയും ഹോപ്പും ഉണ്ടെങ്കിൽ മാത്രമേ അത് ഈ മേലേക്ക് എത്തുള്ളൂ. തോൽവികളും പലതും വരും, പക്ഷേ ഈ അതിന്മേലൊന്നും ഇടങ്ങാറാവരുത്. എൻ്റെ ഹോപ്പും പേഷ്യൻസ് കൂടെ അത് പിടിക്കുക. തോൽവികൾ എന്താണോ അതിൽ നിന്ന് ഈ പഠിക്കുക. എന്നാലേ ഈ താഴേന്ന് മേലേക്ക് എത്തുള്ളൂ. ഇല്ലെങ്കിൽ റിസൾട്ട് മാത്രം നോക്കിപ്പോയാൽ ഈ മേലെന്ന് താഴേക്ക് വീഴും. മറഞ്ഞോ കണ്ണിൻ മുന്നിൽ നിറഞ്ഞോ നീ. മിന്നി മറന്നോ കണ്ണിൻ മുന്നിൽ നിറഞ്ഞോ നീ എന്ന് പറയുന്നത് ജീവിതത്തിലെ പല കാര്യങ്ങളും മിന്നി മറയും. അതായത് കഴിഞ്ഞു പോവും. അതിൽ എന്താണോ നിനക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് മാത്രം പറിച്ചെടുത്തിട്ട് ബാക്കിയൊക്കെ ബാക്കിയൊക്കെ കളയി. ലൈക്ക് വാട്ട് യു ആർ ലേണിംഗ് ഫ്രം ഈച്ച് തിങ് അത് മാത്രം മനസ്സിലെടുത്തിട്ട് ബാക്കിയൊക്കെ കളയുക. അതാണ് മിന്നി മറഞ്ഞോ കണ്ണിൻ മുന്നിൽ നിറഞ്ഞോ നീ പിച്ച് പറിച്ചിട്ട് മാറ്റിക്കള, ഓർമ്മകൾ ആറ്റിക്കള, ആ സാധനം വന്നിട്ടുള്ളത്. മിന്നി മറഞ്ഞോ കണ്ണിൻ മുന്നിൽ നിറഞ്ഞോ നീ, മിന്നി മറഞ്ഞോ കണ്ണിൻ മുന്നിൽ നിറഞ്ഞോ നീ, ഭൂമി കറങ്ങുന്നു നേരം വെളുത്തിരട്ടി കിതാബിൽ ചേരുന്നു. ലൈക്ക് ഭൂമി കറങ്ങും. ഈ എന്ത് ചെയ്താലും ചെയ്യാണ്ടിരുന്നാലും എന്തൊക്കെ നീ കാട്ടിക്കൂട്ടിയാലും ഭൂമി കറങ്ങാനുള്ളത് കറങ്ങും. സമയം പോവും, വെളുത്തത് ഇരുട്ടും. അതായത് എല്ലാം മാറും. നത്തിങ് ഈസ് ദെയർ ഫോർ എവർ. വെളുപ്പ് ഇരുട്ടാവും, ഭൂമി കറങ്ങും. അത് നിന്റെ ലൈഫിൽ അത് വീണ്ടും ചേരുന്നു. അതായത് ഭൂമി കറങ്ങുന്നു നേരം വെളുത്തിരിട്ട് കിതാബിൽ ചേരുന്നു. ചരിഞ്ഞ ചിത്രം ഞാൻ ചീ നടുന്ന് മാറ്റ്. ചരിഞ്ഞ ചിത്രം അതിൽ ഞാൻ ചീ നടുന്ന് മാറ്റ്. ലൈക്ക് ചരിഞ്ഞ ചിത്രത്തിലെ ഞാൻ ചീ നടുന്ന് മാറ്റിയാൽ ചരിത്രം മാറ്റി. ഇത് ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്തപ്പോൾ ഈ സാധനം കേട്ടിട്ട് എൻ്റെ മോനെ, മലയാളം റാപ്പേഴ്സ്ഡാ മാൻ. ആരുണ്ടടാ അതിനൊക്കെ വെല്ലാനുള്ള സാധനം. ചരിഞ്ഞ ചിത്രം ചാഞ്ഞി നടുന്ന് മാറ്റ്. ഓ മാൻ,
ചരിത്രം മാറ്റ്, ഈ എൻ്റെ ചരിത്രം മാറ്റ്. ചരിഞ്ഞ ചിത്രമാണെന്നുണ്ടെങ്കിൽ എൻ്റെത് ഒരു ഇൻപെർഫെക്റ്റ് ആയിട്ടുള്ള ചിത്രം. ചരിഞ്ഞ ചിത്രമാണെന്നുണ്ടെങ്കിൽ ആ ചാഞ്ഞ് നടുന്ന് മാറ്റിയിട്ട് അതിൻ്റെ ചരിത്രം മാറ്റി. വേവുന്നു കാൽ മുതൽ തല വരെയാ. ലൈക്ക് അതായത് എൻ്റെ കാല് മുതൽ തല വരെ ഐം ലൈക്ക് ബേണിങ്, ഞാൻ വെന്തുകൊണ്ടിരിക്കുകയാണ്. സോ ലൈക്ക് ഐം സ്ട്രഗിളിങ്. കാണുന്ന കാണികൾ പലതരം, ലൈക്ക് പക്ഷെ അത് കാണുന്നവർക്ക് അത് പല രീതിയിലാവും കാണുന്നത്. അവർക്ക് മനസ്സിലാവില്ല ഞാൻ എന്താണ് സ്ട്രഗിൾ ചെയ്യുന്നത്, എൻ്റെ സ്ട്രഗിളിങ് എന്താണെന്ന് ഒന്നും അവർക്ക് മനസ്സിലാവില്ല. അവരൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ആവും കാണുന്നത്, അവരെന്തെങ്കിലുമൊക്കെ ആവും നിന്നെപ്പറ്റി ചിന്തിക്കുന്നത്, അവരെന്തെങ്കിലുമൊക്കെ ആവും നിന്നെപ്പറ്റി പറയുന്നത്. കൊന്നത് കണക്ക് കളഞ്ഞതാ, ചത്തത് നിറഞ്ഞു കവിഞ്ഞതാ. കൊന്നതിനും ചത്തതിനും ഐഡിയാസും, അതായത് നിന്റെ ചിന്തകളെയാണ് പറ്റി പറയുന്നത്. നിന്റെ ചിന്തകളെ കൊന്നത് കണക്ക് കളഞ്ഞതാ. ലൈക്ക് നിന്റെ ചിന്തകളെ നീ പല പ്രാവശ്യമായിട്ട് കൊന്നിട്ടുണ്ട്. ചത്തത്, അതായത് നിന്റെ കുറേ ചിന്ത ചത്തിട്ടുണ്ട്, അതിൻ്റെ അതും നിറഞ്ഞു കവിഞ്ഞതാ. ചത്ത ചിന്തകളും നിറഞ്ഞു കവിഞ്ഞതാ. അപ്പോൾ ഇതാണ് മിന്നി എന്ന് പറഞ്ഞിട്ടുള്ള ട്രാക്ക്. സോ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദി ലിറിക്സ് ബ്രേക്ക് ഡൗൺ. ഞാൻ സത്യം പറഞ്ഞാൽ ഈ സാധനം ബ്രേക്ക് ഡൗൺ ചെയ്യാനിരുന്നപ്പോൾ ഇതിൽ ഞാൻ പണ്ട് ഇതിലൊരു വീഡിയോ ചെയ്തിരുന്നു. ലൈക്ക് ഐ വാസ് റിയാക്ടിങ് ടു ഇറ്റ് ആൻഡ് ദാറ്റ് ഫ്ലോ വാസ് സോ ഫാസ്റ്റ്. SA ആൻഡ് FE വാസ് മത്സരിക്കൽ. ആ സമയത്ത് ഞാൻ ലിറിക്സിലേക്ക് ശ്രദ്ധിച്ചില്ല. ബട്ട് വെൻ ഐ ലുക്ക്ഡ് ഇൻ ടു ദോസ് ലിറിക്സ്, മാൻ, മോട്ടിവേഷൻ, അതുപോലെ തന്നെ മീനിങ് ഫുൾ, കോണ്ടൻറ്റ് ഇതെല്ലാം ഉള്ള ഒരു ട്രാക്ക്. ദിസ് ഈസ് വാട്ട് വി കോൾ എ ഹിപ്പ് ഹോപ്പ് ട്രാക്ക്. എന്തൊക്കെയുണ്ട് എന്നുള്ളത് ഇത് ചിലപ്പോൾ ഞാനൊരു 5 പ്രാവശ്യം കൂടി കേട്ടാൽ വേറെ പലതും എനിക്ക് മൈൻഡിലേക്ക് വരും. അത്രയും കോണ്ടൻറ്റ്ഫുള്ളാണ്, അത്രയും മീനിങ് ഫുള്ളാണ് ഈ ട്രാക്ക്. സോ കേൾക്കാത്തവരുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മിന്നി കേട്ടവരാവും എല്ലാവരും. ഡു ചെക്കൗട്ട് മിന്നി. അതായത് SA ആൻഡ് FE, ലൈക്ക് ബ്യൂട്ടിഫുൾ ആർട്ടിസ്റ്റ് ഇൻ അവർ മലയാളം ഹിപ്പ് ഹോപ്പ് സീന്. അത്ര തന്നെ പറയാനുള്ളൂ. വി വോണ്ട് മോർ ട്രാക്സ് ലൈക്ക് ദിസ്. അതായത് നമ്മളെ ചിന്തിപ്പിക്കാനും നമുക്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുമ്പോഴേ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. അതായത് സംതിങ് ഇന്നർ മീനിങ്സ്, അതുപോലെ തന്നെ ഇന്നർ തോട്ട്, അതുപോലെ തന്നെ ഡബിൾ മീനിങ്സ്, ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വരുമ്പോഴേ നമുക്ക് പറയാനും ബ്രേക്ക് ഡൗൺ ചെയ്യാനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. സോ വി നീഡ് മോർ ട്രാക്സ് ലൈക്ക് ദിസ്. അപ്പോൾ ബ്രേക്ക് ഡൗൺ ഇഷ്ടപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണ് താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ബ്രേക്ക് ഡൗണിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കോമൻറ്റ്സ് ബിലോ. ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ജോയിൻ ഫോർ ദ കൾച്ചർ. അത്രേ പറയാനുള്ളൂ. പീസ്. മുറ്റത്ത് നട്ടൊരു തൈപ്പെടുത്തപ്പോ കായയുടെ മൂട്ടില് കൈപ്പാറി പറിച്ചത് പറിച്ചപ്പോ കൊരക്കണ നായി നായിന്റെ കായ് എന്റെ കായ് പിടിക്കുമ്പോ പോലെ മെനക്കെട്ട് മണക്കുത്തി കുറിച്ചത് കറി വെച്ച് കൈക്കട്ട മെട്ടക്കാണ് പുലി പക്ഷെ കൈനാണ് പണി.